ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജിയർ എപ്പിസോഡ് 2 ആരംഭിക്കുന്നത് സിയോങ് ജെയുടെ ബാല്യകാലത്തിലെ ഓർമ്മയോടെയാണ്. തന്റെ പിറന്നാളിന്റെ അന്ന് സ്കൂൾ കഴിഞ്ഞ് അവൻ അച്ഛന്റെ ചെറിയ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. അവിടെ അച്ഛൻ സ്നേഹത്തോടെ അവന് സീവീഡ് അർച്ചിൻ സൂപ്പ് തയ്യാറാക്കി നൽകുന്നു. ആ സ്നേഹം നിറഞ്ഞ ഓർമ്മ പിന്നീട് ഇപ്പോഴത്തെ സംഭവവുമായി ബന്ധപ്പെടുകയാണ്. കാരണം സിയോങ് ജെ അതേ റെസിപ്പി അറിയാതെയാണ് സൈനിക ക്യാമ്പിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ട്. ബറ്റാലിയൻ കമാൻഡറിന് ആ സൂപ്പിലുള്ള ഇൻഗ്രീഡിയൻസിന് അലർജി ഉണ്ടായിരുന്നു. സൂപ്പ് കുടിച്ച ഉടൻ തന്നെ അദ്ദേഹം തളർന്നു വീഴുകയും സിവിലിയൻ ഹോസ്പിറ്റലിലേക്ക് അടിയന്തരമായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഡെപ്യൂട്ടി കമാൻഡർ സിയോങ് വു ഉടൻ തന്നെ സിയോങ് ജെയെയും ഡോങ് ഹ്യൂവിനെയും ശിക്ഷിക്കുന്നു. എന്നാൽ കുക്കിങ്ങിന് അനുമതി നൽകിയത് യേറിൻ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ യേറിൻ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരെ പിന്തുണയ്ക്കുകയാണ്. ഇതിനിടയിൽ വീണ്ടും ആ മിസ്റ്റീരിയസ് ഗെയിം സിസ്റ്റം സിയോങ് ജെയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ലെവൽ അപ്പ് ചെയ്തതോടെ അവനൊരു വിചിത്രമായ പുതിയ എബിലിറ്റി ലഭിക്കുന്നു. ഇനി ആളുകൾ അവനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ വെറുക്കുന്നു എന്ന് അവന് കാണാൻ കഴിയും. കുറച്ചു കഴിഞ്ഞ് അൺഓതറൈസ്ഡ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചതിന് സിയോങ് ഹോ അവരെ ശാസിക്കുകയും വലിയ ശിക്ഷ നൽകാതെ മുന്നറിയിപ്പോടെ വിട്ടയക്കുന്നു. എന്നിരുന്നാലും സിയോങ് ജെ കിച്ചൺ ഡ്യൂട്ടിക്ക് വളരെ റിസ്കിയാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അതിനാൽ തന്നെ ജെ യങ്ങിനൊപ്പം ചേർന്ന് അവനെ ഡ്യൂട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അതായത് നോർത്ത് കൊറിയയിൽ നിന്നുള്ള ആക്രമണങ്ങൾ നിരീക്ഷിക്കുന്ന സീ മോണിറ്ററിംഗ് ഡ്യൂട്ടി. അതേസമയം ഗെയിം സിസ്റ്റം സിയോങ് ജെക്ക് 72 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കേണ്ട പുതിയ ഗെയിം നൽകുന്നു. കൗൺസിലിംഗ് സെഷൻ സമയത്ത് സിയോങ് ജെ തൻ്റെ അച്ഛനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നുണ്ട്. എത്ര കഷ്ടപ്പാടുകൾ വന്നാലും കുടുംബത്തെ ഒരിക്കലും കൈവിട്ടില്ലാത്ത ആളായിരുന്നു അച്ഛനെന്ന് അവൻ പറയുന്നു. കിച്ചൺ ഡ്യൂട്ടി ഇത്ര ഇഷ്ടപ്പെടുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ അച്ഛനെ പോലെ ഒരു നല്ല ഷെഫ് ആകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അവൻ സത്യസന്ധമായി മറുപടി പറയുന്നു. പിന്നീട് അവൻ കിച്ചണിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സിയോങ് ഹോയും മറ്റു ചിലരും രാമൻ ആവശ്യപ്പെട്ട് അവിടെ എത്തുന്നുണ്ട്. ഗെയിം സിസ്റ്റം നൽകിയ കുക്കിംഗ് സ്കിൽ ഉപയോഗിച്ച് സിയോങ് ജെ ഡോങ് ഹ്യൂവിനെ സഹായിച്ച് അതിശയകരമായ രുചികരമായ ഒരു മീൽ തയ്യാറാക്കുകയാണ്. അതോടെ സിയോങ് ഹോയുടെ ഡിസ്ലൈക്ക് ലെവൽ കുറയുന്നത് കണ്ടപ്പോൾ അവന് സന്തോഷമാകുന്നു. തുടർന്ന് സിയോങ് ജെയുടെ ട്രാൻസ്ഫർ കാര്യം അറിഞ്ഞ ഡോങ് ഹ്യൂവിന് വിഷമമാകുന്നു. സിയോങ് ജെ ഇല്ലെങ്കിൽ ഇനി നല്ല ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും തനിക്ക് ഏറെ നാളായി കാത്തിരുന്ന ലീവ് പോലും കിട്ടാതാകാമെന്ന് അവൻ ഭയക്കുന്നു. യേറിൻ വീണ്ടും സിയോങ് ഹോയെ മനസ്സുമാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ സിയോങ് ജെയെ ഡ്യൂട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ എല്ലാം മാറി മറിയുന്നു. ഡോങ് ഹ്യൂവിനെ കിച്ചണിൽ നിന്ന് പുറത്താക്കുമ്പോൾ സിയോങ് ജെ രഹസ്യമായി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കൽ ഏറ്റെടുക്കുകയാണ്. പഴകിയ റൈസിന് വിനീഗർ ഉപയോഗിച്ച് സ്മെൽ മാറ്റുകയും ചെറുപയർ മുളപ്പിച്ച സൂപ്പ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സൈനികർ ബ്രേക്ക്ഫാസ്റ്റിനായി എത്തുമ്പോൾ പതിവ് പോലെ ഇന്നത്തെ ഭക്ഷണവും മോശമാകുമെന്ന് അവർ കരുതുന്നു. പക്ഷേ ജിയോങ് യങ് ആദ്യ സ്പൂൺ സൂപ്പ് കഴിച്ച നിമിഷം തന്നെ അവൻ ഷോക്കായി നിൽക്കുകയാണ്. തുടർന്ന് എല്ലാ സൈനികരും ആ രുചിയിൽ അമ്പരന്നു പോകുന്നു. കഠിന സ്വഭാവമുള്ള ക്വാൻ ചിയോൾ പോലും ചെറുപയർ സൂപ്പ് കുടിച്ച് ഷോക്കാകുന്നുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം ക്യാമ്പ് മുഴുവൻ എനർജിയും സന്തോഷവും നിറയുന്നു. എന്തിനു പറയുന്നു, ഡോങ് ഹ്യൂൻ പോലും ആ സൂപ്പ് കുടിച്ച് ഞെട്ടുകയാണ്. കിച്ചണിൽ തുടരാൻ സിയോങ് ജെയും ഡോങ് ഹ്യൂനും അവസാന ശ്രമമായി സിയോങ് ഹോയുടെ മനസ്സു മാറ്റാൻ തീരുമാനിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കംഫർട്ട് ഫുഡായ പോർക്ക് കട്ട്ലൈറ്റ് അവൻ തയ്യാറാക്കാൻ തീരുമാനിക്കുന്നു. എന്തിനു പറയുന്നു, കോഴികളോട് പൊരുതി ഫ്രഷ് എഗ് കണ്ടെത്തുകയും മിസ് ജങ്ങിന്റെ സഹായത്തോടെ ശരിയായ മീറ്റ് ലഭിക്കുകയും ചെയ്ത ശേഷം അച്ഛൻ പഠിപ്പിച്ച എല്ലാ കഴിവുകളും ഗെയിമിന്റെ സഹായവും ഉപയോഗിച്ച് സിയോങ് ജെ പെർഫെക്റ്റ് പോർക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കുന്നു. പക്ഷേ അത്രയും പരിശ്രമങ്ങൾക്കിപ്പുറം പോലും സിയോങ് ഹോയുടെ മനസ്സ് മാറുന്നില്ല. ആ പരാജയത്തോടൊപ്പം സിയോങ് ജെയുടെ അവസാന ഗെയിം ഫെയിലാകുന്നു. ഉടൻ തന്നെ ഗെയിം സിസ്റ്റത്തിൽ ഒരു ഭയപ്പെടുത്തുന്ന മെസ്സേജ് പ്രത്യക്ഷപ്പെടുന്നു: ഷെഫ് പാത്ത് ഫെയിൽഡ്. എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്ന നിമിഷം ഒരു മിസ്റ്റീരിയസ് മാൻ കടൽ തീരത്ത് ഒഴുകിയെത്തുന്നത് കാണിച്ചുകൊണ്ട് ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജിയർ എപ്പിസോഡ് 2 അവസാനിക്കുന്നു. അവൻ ആരാണ് എന്ന് നമുക്ക് കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.